നമസ്കാരം 5 വഖത്ത് നിർവഹിക്കുക. ഒരു മരുന്ന് പറഞ്ഞു തരാണ്. നമസ്കാരം 5 വഖത്ത് നിർവഹിക്കുക. നിർവഹിച്ചതിന് ശേഷം അലം നശ്റഹ് സൂറത്ത് 11 പ്രാവശ്യം ഓതുക. അലം നശ്റഹ് സൂറത്ത് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചതാണ് തുടക്കത്തിൽ. ആ സൂറത്ത് 11 പ്രാവശ്യം ഓതുക. ഓർമ്മശക്തി ഉണ്ടായി. എൻ്റെ ഉസ്താദേ നമുക്ക് സൂറത്തൊന്നും അറിയൂല, നമ്മൾ മദ്രസയിലൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. അള്ളാഹു നമുക്ക് അറിവ് എത്തി തരുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾ വലത് കൈ നേരെ നെഞ്ചത്ത് ഇങ്ങനെ വെക്കുക. ഈ സൂറത്ത് ഓതിയവരും അല്ലാത്തവരും എല്ലാവരും ഒന്ന് വെച്ച് വലത് കൈ നെഞ്ചത്തൊന്ന് വെച്ച് നെഞ്ചത്ത് വെക്കുക, തലയിലല്ലേ വെച്ചാ. വെച്ചതിന് ശേഷം യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം 41 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 41 പ്രാവശ്യം. ഇത് ചെല്ലിയതിനു ശേഷം കഴിഞ്ഞില്ല, കയ്യോടെ നടക്കല്. എന്നിട്ട് ഒരു ദുആ ഉണ്ട്. ഇത്തിരി ക്ഷമ വേണം, ഓർമ്മ വേണ്ടേ? ഓർമ്മയില്ല, എല്ലാം പോയി. കാരണം നമ്മുടെ മക്കള് നമുക്ക് ഗുളിക തരണമെങ്കിൽ തന്നെ, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഗുളിക വേണം തരണമെങ്കിൽ തന്നെ കൃത്യമായി തരണമെങ്കിൽ എന്ത് വേണം? ഓർമ്മ വേണം. മക്കള് മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് പോക്ക്. അള്ളാഹു ആത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. എന്താ കാരണം? വാപ്പാക്ക് ഗുളിക കൊടുത്തില്ലെങ്കിൽ വാപ്പാക്ക് എന്താ ഓർമ്മയില്ല. കൊടുത്താലും ഓർമ്മയില്ല, കൊടുത്തില്ലേലും ഓർമ്മയില്ല. അപ്പൊ കൊടുക്കാതിരിക്കലല്ലേ, വാപ്പ അവിടെ കിടക്കട്ടെ. എനിക്ക് നല്ല പരിചയമുള്ള എത്രയോ കുടുംബങ്ങൾ. ആലപ്പുഴയിൽ ഒരു സഹോദരൻ, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ളതാകുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ വീട്, ഞാനൊരു വീടിന് വേണ്ടി കഷ്ടപ്പെട്ട അവസാനം പണയത്തിന് വേണ്ടി, ഇവിടെ അങ്ങനെ ഉണ്ടോന്നറിയില്ല, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കൊക്കെ പണയത്തിന്. സംഭവം ഹറാമാണ്. കാരണം 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിനെടുത്ത വീട്ടിൽ താമസിക്കുന്ന 1 കൊല്ലം കഴിയുമ്പോൾ ആ പൈസ എന്ത് ചെയ്യുക? റിട്ടേൺ തിരിച്ചു വാങ്ങിക്കൊണ്ട് പോവുക. ആ വീട്ടിൽ താമസിക്കുന്നതിനുള്ള ഒരു പ്രതിഫലവും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അത് ഹറാമാണ്. നേരെ മറിച്ച് ഒരു 50,000 രൂപ അഡ്വാൻസ് കൊടുത്ത്, അഡ്വാൻസ് നമ്മൾ കൊടുത്തതിന് ശേഷം വീട്ടിൽ കയറി താമസിക്കുന്നു. മാസം ഓരോ തവണകളായിട്ട് എന്തെങ്കിലും അടവ് അഥവാ വാടക ഇനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനുവദനീയമാണ്. അങ്ങനെ അല്ലാത്ത നിലയ്ക്ക് അത് ഹറാമാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാനൊരു വീട്ടിൽ ചെന്നു, 2 ലക്ഷം രൂപയ്ക്ക് വീട് തരാമെന്ന് പറഞ്ഞു. ചെറിയൊരു വീടാണ്, 2 കിടപ്പുമുറിയുണ്ട്, ഒരു ചെറിയൊരു അടുക്കളയുണ്ട്. എന്നോട് പറഞ്ഞു, ഈ റൂം നിങ്ങൾ എടുത്തോ, റാഹത്തായിക്കോ, ഇവിടെ തന്നെ നിങ്ങൾ കുടുംബമായിട്ട് കഴിയാം. അടച്ചിട്ട ഒരു റൂം ഒരു മൂലയ്ക്ക് കണ്ടു, 3ാമതൊരു മുറി. ഞാനത് തുറക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് തുറക്കണ്ട, ആ റൂമിലുള്ള സാധനത്തെ പുരാവസ്തു കൂടി നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നൽകുന്നതായിരിക്കും. ഞാൻ ആ റൂമൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇരിക്കുന്നത് ഒരു പാവപ്പെട്ട ഉമ്മയാണ്. ഞാൻ ചോദിച്ചു, ഇതാരാണ്? അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ ഉമ്മയാണ്. ആരാ ഇത് പറയുന്നത്? ഒരു മുസ്ലിം സഹോദരൻ. അല്ലാഹു ആത്തിരക്ഷിക്കട്ടെ. സ്വന്തം ഉമ്മയെ 50,000 രൂപയ്ക്ക് മറ്റുള്ളവർക്ക് കച്ചവടക്കരക്കാക്കി, അഥവാ ആ ഉമ്മയെ കൂടി തീറ്റിപ്പോറ്റാമെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പണയത്തിന് എന്റെ വീട് തരാമെന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇന്ന് ഈ കേരളം, കൊച്ചു കേരളം, സംസ്കാര ശൂന്യമാകുന്ന കേരളം, സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ കേരളം എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിന്തിക്കുക നമ്മൾ. അള്ളാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്താ പറ്റിയത്? ഓർമ്മ പോയ ഉമ്മാടെ. അപ്പൊ നോക്കുന്നതിന് കൂലി മക്കൾ വലിയ കണക്കാക്കുന്നില്ല. ഉമ്മാക്കും വാപ്പാക്കും ഓർമ്മയുള്ള കാലത്തോളം നോക്കും. ഉമ്മായും വാപ്പായും നീ ഏതാടാ മോനെ എന്ന് 10 വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ തിരിഞ്ഞു നോക്കൂല. മക്കളുടെ മുഖം കണ്ട് കറക്കും. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ ദുആ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും ദുആ ഇരക്കുക. അതുകൊണ്ട് ഇത് വാപ്പാക്കും ഉമ്മാക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കൊച്ചുകുട്ടികൾക്കും സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഉൾപ്പെടെ ഉപകരിക്കുന്ന ദിക്റായി പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ചെയ്തോണം. സുബൈ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്റുകൾ ഔറാദുകളൊക്കെ കഴിഞ്ഞ് ഉദയത്തിന് മുമ്പായിട്ട്, എണീക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഇരുന്നിട്ട് അലം നശ്റഹ് സൂറത്ത് 11 വട്ടം അറിയാവുന്നവരെ ഓതിയിട്ട് വലത് കൈ ഇങ്ങനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം എത്ര പ്രാവശ്യം, എന്നിട്ടൊരു ദുആ 41 വട്ടം പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ദുആ, അല്ലാഹുമ്മ ഹീ ഖൽബി ബിനൂരി മഅരിഫതിക, അല്ലാഹുമ്മ ഹീ ഖൽബി ബിനൂരി മഅരിഫതിക. പടച്ച റബ്ബേ, നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഹീ ഖൽബി ബിനൂരി മഅരിഫതിക, നിന്റെ അറിവ് കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചത്തെ കൂതട്ടെ. അവന്റെ നെഞ്ചത്തെ കൂതണം. എങ്ങനെ ഊതണം? ഇസ്ഫി 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 എന്ന് പറഞ്ഞു. എങ്ങനെ ഊതണം?
ഊതങ്ങോട്ട് നെഞ്ചത്തൊക്കെ ഊത്. ഇത് കാറ്റ് ഫൂ ഫൂ എന്ന് ഊതാ. ഫൂ ഫൂ എന്ന് ഊതിയാൽ പല്ല് കയറി ചോറും. ഇഷ്ഫി എന്നാണ് ഊതുന്നത്. ഇതിനൊക്കെ അസിലുണ്ട്, അടിസ്ഥാനമുണ്ട്. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉസ്താദ്മാരെ കൊണ്ട് വെള്ളം വന്നിരിച്ചും ചൂരുമാറ്റി നമ്മൾ കയറും. ഇതൊക്കെ തട്ടിപ്പാണ്. എന്ത് ആകെ അവൻ കൊടുക്കുന്നത് 50 രൂപയാണ്. ഉസ്താദ് ഭയങ്കര കാര്യത്തിൽ ഇവനിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുക. 10ന്റെ 5 നോട്ട് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർക്ക് കൊടുക്കുന്ന ഈ തരത്തിലാണ്. റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുക്കുക. ഉസ്താദ് ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ പെട്ടെന്ന് പ്രത്യേക മുസാഫത്ത് ചെയ്യും. കാരണം 5000 രൂപ എനിക്ക് തന്ന മനുഷ്യനാണ്. അവസാനം ഇത് പോക്കറ്റിലിട്ട് റൂമിൽ ചെന്നിട്ട് എണ്ണിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതെന്താ സംഭവം, 50 രൂപയുള്ളൂ. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ട്? നമ്മ പ്രശ്നമില്ലല്ലോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്നേഹമുള്ള നാട്ടുകാരാണ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹല്ലൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ടേ. നമ്മളങ്ങനെ ചെയ്യുമല്ലോ. എന്ത് ചെയ്യും? ഉസ്താദ്മാർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കവറൊക്കെ നമ്മൾ കട്ടിക്ക് 10ന്റെ നോട്ട് അട്ടിക്കിട്ടിട്ട് കവറിനകത്ത് വെച്ച് കൊടുക്കുക. എന്താ ഉസ്താദിനോട് പിടിക്കുമ്പോൾ ഉസ്താദിന് തോന്നുന്ന ഒരു കനത്തിൽ പെരുന്നാപ്പൊടിയൊക്കെ ഉസ്താദ്മാർ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പൊ 2000 നോട്ടൊക്കെ വളരെ കനം കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ അത്രത്തോളം ഇല്ല. ഉസ്താദിന്റെ കൈ കൊടുക്കുമ്പോൾ ഉസ്താദ് ആ മുസാഫത്തൊന്ന് ശിദ്ദത്താക്കിക്കോട്ടെ. അതിനുവേണ്ടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. സാമ്പത്തിക ഭദ്രത അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്ത് വേണം? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക ഒന്ന് ഉറക്കെ പറഞ്ഞേ. അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഒന്നും കൂടി. അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഉറക്കെ ഒന്നും കൂടി. അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. അറബി അറിയാത്തവർ അല്ലാഹുവേ നിന്റെ അറിവ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അതിന്റെ അർത്ഥം എന്താ? നീ ശിഫയാക്ക് അല്ലാഹു, നീ ശിഫയാക്ക് അല്ലാഹു, നീ ശിഫയാക്ക് അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അതിങ്ങനെ ഊതുമ്പോൾ ചെറിയൊരു കാറ്റ് ഇങ്ങനെ വരിക. ആ കാറ്റ് നെഞ്ചത്ത് വരിക. ഇസ്ഫി ഇസ്ഫി ഇസ്ഫി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്യുന്നവർക്ക് മരണം വരെയും ഓർമ്മ നശിക്കൂല. ഇത് മുജറബാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട സംഗതിയാണ്. ഓർമ്മ നശിക്കൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയും. ഒന്നും കൂടി. ഏക് ബാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒരു സ്വലാത്തിലേക്ക് സല്ലല്ലാഹു وعلى محمد اللهم صل على آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد ولك الشكر حتى ترضى. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد، سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم، يا مفرد الهموم، يا مفرد الهموم، يا حي يا قيوم، يا حي يا قيوم برحمتك نستغيث. سبحان الله العظيم وبحمده، سبحان من يجير ولا يجار عليه، سبحان من لا يبرأ من الحول والقوة إلا إليه، سبحان من التسبيح بمنه على من اعتمد عليه، سبحان من يسبح كل شيء بحمده. سبحانك اللهم لا إله إلا أنت يا من يسبح له الجميع تداركنا بعفوك فإنا جزوع يا أرحم الراحمين. اللهم صل على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية
وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبهدة السنية والرتبة العلية من درجة النبيون تحت لوائه فهم منه وإليه وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله يا أرحم الراحمين أرحم الراحمين يا الله أرحم الراحمين يا الله وركامين بري مؤمنين أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ സദസ്സ് കബൂലാക്കണേ അല്ലാ ഇത് സംഘടിപ്പിച്ചതാകുന്ന മാലിക് ബിൻ ദീനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യുവാക്കളെ നീ സ്വീകരിക്കണേ അല്ലാ ഇതിലെ സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഈ സദസ്സിൽ വന്നു ചേർന്ന ആലിമീങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഇവിടെ വാദു പറഞ്ഞ ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ നേതൃത്വം നൽകുന്ന അസീസ് ഉസ്താദിനെ സ്വീകരിക്കണേ അല്ലാ ചുറ്റുവട്ടത്തുള്ള മഹല്ലിലെ ഇമാമീങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഈ സദസ്സിൽ വന്നു ചേർന്ന ഉസ്താദുമാരെ സ്വീകരിക്കണേ അല്ലാ പടച്ച റബ്ബേ എത്രയെത്ര ആളുകളാണ് ഇൽമ കേട്ടുപോയത് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സ് ഈ സുന്ദരമാക്കപ്പെട്ട വിജ്ഞാനവേദി നീ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലാ നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ അഹങ്കാരത്തെ നീക്കണേ അല്ലാ ലോകമാന്യത നീക്കണേ അല്ലാ അകപ്പെരുമയെ നീക്കണേ അല്ലാ നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാ അല്ലാഹുവേ സദസ്സിൽ വന്ന് ചേർന്നവർക്ക് ഒരുപാട് നല്ല നീയത്തുകളുണ്ട് റബ്ബേ ഒരുപാട് ഹൈറായ നല്ല നീയത്തുകളുണ്ട് റബ്ബേ എല്ലാ നീയത്തുകളും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ കാലവിപത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാ പടച്ച റബ്ബേ എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് മാരകവ്യാധി കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളുടെ കുടുംബമാണ് അല്ലാ നീ പരിപൂർണമായി ശമനം നൽകണേ അല്ലാ നീ ശമനം നൽകണേ അല്ലാ RCCയുടെ വരാന്തയിൽ പോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് നീ രോഗിയായിട്ട് നൽകരുത് റബ്ബേ രോഗാതുരമാകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ നീ കാക്കണേ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ ഉസ്താദുമാര് നാട്ടിലെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ പലരും രോഗികളാണ് അല്ലാ പ്രത്യേകിച്ച് ഈ സദസ്സ് സംഘടിപ്പിച്ച പ്രവർത്തകരുടെ കുടുംബാദികൾ പലരും രോഗികളാണ് അല്ലാ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ അസീസ് ഉസ്താദിനോട് ദുആ കൊണ്ട് കരഞ്ഞു പറഞ്ഞ ഉമ്മമാരുണ്ട് റബ്ബേ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട് അല്ലാ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞ സഹോദരിമാരുണ്ട് റബ്ബേ അല്ലാഹുവേ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ദീനിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്ക തയ്യാറുള്ള ഈ സഹോദരങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ നീ പരീക്ഷിക്കല്ല അല്ലാ രോഗം നൽകരുത് റബ്ബേ ഞങ്ങളുടെ പിഞ്ചോമന മക്കൾക്ക് കീറിമുറിക്കപ്പെടേണ്ട രോഗങ്ങൾ നീ നൽകരുത് അല്ലാ ഓപ്പറേഷന് വിധേയമായവരുണ്ട് നീ ഹൈറാക്കണേ അല്ലാ നീ പരിപൂർണമായി വിജയത്തിലെത്തിക്കണേ അല്ലാ അല്ലാഹുവേ ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ സാമ്പത്തിക പരാധീനം അനുഭവിക്കുന്നവരുണ്ട് നീ ഹൈറാക്കി കൊടുക്കണേ അല്ലാ മഹദി ഇമാം കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് യഹ്സിൽ മാല ഹസിയാ ലാ യഉദ്ദുഹു അദാ
സഹാബത്തെ സഹാബത്തെ മഹദി ഇമാം കടന്നു വന്നാൽ, എന്റെ പേരക്കുട്ടി കടന്നു വന്നാൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ദാരിദ്ര്യം അദ്ദേഹം നിർമാർജനം ചെയ്യും സഹാബ. അന്ന് യൂഫ്രട്ടീസ് നദിയുടെ അകത്തളത്തിൽ നിന്നൊരു ഭീമാകാരമാകുന്ന സ്വർണത്തിനാലുള്ള മല ഉയരും സഹാബ. മല ഉയർന്നു വരും സഹാബ. അന്ന് ജനങ്ങൾ അങ്ങോട്ടോടും സഹാബ. മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഓടരുതേ ഓടരുതേ. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു മല ഉയരുമത്രേ ഉയരുമത്രേ. അത് സ്വർണത്തിനാലാണ് സ്വർണത്തിനാലാണ്. അത് കൈക്കലാക്കാൻ വേണ്ടി ഓരോരുത്തരും അങ്ങോട്ട് ഓടുകയാണ്. അങ്ങോട്ട് നിങ്ങൾ പോകേണ്ടതില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അതിൽ 99% ആളുകളും വഫാത്താകും സഹാബ, മരിക്കും സഹാബ, യുദ്ധം ചെയ്ത് മരിക്കും സഹാബ. അങ്ങോട്ട് നിങ്ങൾ ഓടരുതേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ന് ഓടാതെ മഹദി ഇമാമിന്റെ ചാരത്ത് നിൽക്കുന്നവർക്കെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് തക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ആബിദീങ്ങൾ ഉൾപ്പെടുത്തണം റബ്ബേ, ആബിദീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന എത്ര കുടുംബമാണ്. വിഷമിക്കണ്ട മുഅ്മിനേ. സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറിയം ബീവിയുടെ മെഹ്റാബിൽ കയറി ദുആയിരക്കാൻ വരെ പടച്ച റബ്ബ് കാത്തിരിക്കാൻ സമയം കൊടുത്തു. പ്രായാധിക്യം ചെന്ന സമയത്താണ് യഹ്യ എന്ന പൊന്നുമോനെ കൊടുത്തത്. ഇബ്രാഹിം നബിയുടെ അവസ്ഥയും അത് തന്നെയല്ലയോ? പ്രായം ചെന്ന സമയത്തല്ലയോ മക്കളെ കൊടുത്തത്? അതുകൊണ്ട് പടച്ച റബ്ബ് മക്കളെ പിന്തിക്കുന്നത് ഖൈറായിരിക്കും, ഖൈറായിരിക്കും. അത് മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീങ്ങുക. അല്ലാഹുവേ അല്ലാ, സാലിഹും സാലിഹത്തുമായ മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഓൺലൈനിലൂടെ ഇത് കണ്ടുകൊണ്ട് ഖേദിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, ഞെട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, പടച്ച റബ്ബേ അവരെ നീ ഖൈറിലാക്കണേ അല്ലാ. സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, എത്രയെത്ര ആളുകളാണ് ഓഫർ നൽകിയത്. അവരുടെ ഓഫറുകൾ നീ സ്വീകരിക്കണം റബ്ബേ. 25 പെൺമക്കളെയാണ് ഈ വർഷം അയച്ചത്. അവർക്ക് വേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, പ്രവാസ ലോകത്തുള്ളവര്, ഈ കൊച്ചു കേരളത്തിലുള്ളവര്, ഈ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തുള്ളവര്, ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിലുള്ളവര്, മുഴുവൻ ആളുകളുടെയും നിയ്യത്ത് നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. ദുരിതത്തിലാക്കരുത് റബ്ബേ, വിപത്തിലാക്കരുത് അല്ലാ. പടച്ച റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സുധീർ എന്ന സഹോദരന്റെ ഭാര്യ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എത്രയെത്ര സഹോദരിമാരാണ്, നീ ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. പിണക്കത്തിലകപ്പെട്ടുകൊണ്ട് കഴിയുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്, നീ ഇണക്കത്തിലേക്ക് വഴിധരിക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതം കൊതിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, നീ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ഖൈറിന്റെ അഹ്ലുകാരായ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ നാടിന്റെ വിളക്കായി, പ്രകാശമായി, ശോണിമയായി നിലനിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ കബൂലാക്കണേ അല്ലാ. ഇർഷാദിന്റെ മക്കളെ ഏറ്റെടുത്ത നാട്ടുകാരാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഘടനയെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകുന്ന അടുത്ത വർഷത്തേക്ക് ഉസ്താദേ, 1 പവൻ ഞാൻ ഏറ്റു, 2 പവൻ ഏറ്റു, 5 പവൻ ഏറ്റു, ഒരു പെണ്ണിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന എത്രയെത്ര സഹോദരങ്ങളാണ്, കുടുംബങ്ങളാണ്. സാമ്പത്തിക പരാധീനതയുണ്ടായിട്ട് പോലും ഇത്ര മഹനീയമാകുന്ന ഒരു സുന്ദരമാകുന്ന ഒരു സമൂഹ വിവാഹം നടക്കുന്ന, അതും മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല, ഹൈന്ദവ സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും സഹോദരിമാരുടെ വിവാഹം
വിവാഹം നടത്തിക്കൊടുത്ത ഈ സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മതമൈത്രിയുടെ ഉദാഹരണമായി, ലോകത്തിന് മാതൃകയായി, കേരളക്കര എല്ലാവർക്കും പാഠമായി, എല്ലാ സംഘടനകൾക്കും ഉദാത്തമായ മാതൃകയായി ജീവിക്കുന്ന ഈ സംഘടനകളെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർ പാവപ്പെട്ടവരാണ് റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പലർക്കും നല്ല ജോലിയില്ല റബ്ബേ, നീ ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അത് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്, നീ കബൂലാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പള്ളിയുടെ ചുറ്റുവട്ടത്തൊരു സലാം പോലും കുടുംബത്തിൽ നിന്ന് കിട്ടാതെ പ്രത്യാശ മുറിഞ്ഞുകൊണ്ട് കടക്കുന്ന ആളുകൾ, അവരുടെ ഖബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ വസ്ത്രം അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ അവർക്ക് നൽകണം റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഈ വിനീതന് ഭക്ഷണം നൽകിയ, താമസൗകര്യം ഏർപ്പെടുത്തിയ റാഫി സാഹിബ്, അതുപോലെ തന്നെ ഷൗക്കത്ത് സാഹിബ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ ഉമ്മയും പെങ്ങന്മാര്, കുടുംബാദികൾ മുഴുവൻ ആളുകൾക്കും ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ നാടിന്റെ വിഷമങ്ങളെ ഏറ്റെടുക്കുന്ന ഈ സംഘടനയെ നീ കബൂലാക്കണേ റബ്ബേ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈ അമലെല്ലാം കൊണ്ട്, ഈ തടിച്ചുകൂടൽ കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് പടച്ച റബ്ബേ നീ മോശമാക്കരുത് റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, നൂറു കി ജൽവാ, നൂറു കി ജൽകാ, നൂറു കി महफिल जा मदीना तुझे सलाम. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന് വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരിൽ നിന്ന് നിന്റെ മുത്തുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമാക്കപ്പെട്ട ഹുബ്ബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ സലാത്ത് സലാമ എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ റബ്ബേ. അവിടുത്തെ കാവൽ നൽകണേ അല്ലാ. ഈ നാട്ടിൽ നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കൾ നൽകണം റബ്ബേ. സഹോദരങ്ങളിൽ നൽകണേ അല്ലാ. സഹോദരിമാരിൽ നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന് ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുടക്കണം റബ്ബേ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം.
സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.